സർക്കാർ ഉറപ്പിന്റെ കാര്യം എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതിനാൽ പെട്രോൾ ഡീസൽ വിലകൾ വർദ്ധിക്കാൻ സാധ്യത. ക്രൂഡ് ഓയിൽ വില കൂടിയതിന്റെ ഭാരം ഉപയോക്താക്കളിലേക്ക് കൈമാറുന്നതാണ് ഇന്ത്യക്ക് ഗുണകരമെന്ന് IMF. വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ ഈയിടെ വരുത്തിയ വർധന 993 രൂപ. ഗ്യാസ് വില കൂട്ടിയതിനെതിരെ കേരളത്തിലെ ഹോട്ടൽ ഉടമകൾ നടത്തിയ സമരം പൂർണ്ണം. കുടുംബശ്രീയുടെ സമൃദ്ധി മുതൽ വലിയ റെസ്റ്റോറന്റുകൾ വരെ അടച്ചിട്ടായിരുന്നു പ്രതിഷേധം. സ്വിഗ്ഗിയും സൊമാറ്റോയും അടക്കം ഓൺലൈൻ സേവനങ്ങളും സ്തംഭിച്ചു. വലഞ്ഞ് സഞ്ചാരികൾ. IT രംഗത്തെ മുൻനിരക്കാരായ കോഗ്നിസന്റ് 15,000-ഓളം ജീവനക്കാരെ പിരിച്ചുവിടുന്നു. ജീവനക്കാരിൽ നല്ല പങ്കും ഇന്ത്യയിലാണ്. AI തള്ളിക്കയറ്റം ഈ വർഷത്തെ 4 മാസത്തിനുള്ളിൽ ആഗോളതലത്തിൽ പുറന്തള്ളിയവരുടെ എണ്ണം 1,21,000. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ജീവനക്കാർ ഈ മാസം 25, 26 തീയതികളിൽ പണിമുടക്കും. തൊഴിലാളി വിരുദ്ധ നയങ്ങളുടെ പേരിലാണ് 16 ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ SBI സ്റ്റാഫ് ഫെഡറേഷന്റെ 2 ദിവസത്തെ പണിമുടക്ക്. ക്ലോഡ്, മിഥോസ് തുടങ്ങി നിർമ്മിത ബുദ്ധിയുടെ പുതിയ സങ്കേതങ്ങൾ വന്നതോടെ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ പുതിയ സുരക്ഷാ ഭീഷണികൾ ഉയരുകയാണെന്ന് ഓഹരി വിപണി നിയന്ത്രകരായ സെബി. സൈബർ ഭീഷണികൾ മുൻനിർത്തി സൈബർ സുരക്ഷ .ai എന്ന പേരിൽ ടാസ്ക് ഫോഴ്സ് രൂപവൽക്കരിച്ച് സെബി. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.